നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പശ്ചാത്തല വികസന മേഖലയിൽ ഇടുക്കി ജില്ല വലിയ മുന്നേറ്റം സൃഷ്ടിച്ചുവെന്നും വിവിധ പദ്ധതികൾ ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി. മുംബൈ സ്വദേശിനിക്ക് മൂന്നാറിൽ ദുരനുഭവമുണ്ടായ സംഭവത്തിൽ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. മൂന്നാർ സ്റ്റേഷനിലെ 2 പോലീസുകാരെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന മൂന്നാർ ഡിവൈഎസ്പി ചന്ദ്രകുമാർ എസ്. എന്നാൽ ടാക്സി ഡ്രൈവർമാർക്കെതിരെയുള്ള പരാതി തെറ്റാണെന്ന് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ. വേണ്ട സംവിധാനങ്ങളില്ലാതെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നടത്തുന്ന പന്നി ഫാമിനെതിരെ പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത്. ഇടുക്കി വെള്ളത്തൂവൽ പഞ്ചായത്തിലെ കത്തിപ്പാറയിൽ സ്വകാര്യ വ്യക്തിയുടെ ഫാമിനെതിരെ പരാതി. വിശദമായ വാർത്തകളിലേക്ക്. പശ്ചാത്തല വികസന മേഖലയിൽ ഇടുക്കി ജില്ല വലിയ മുന്നേറ്റം സൃഷ്ടിച്ചുവെന്നും വിവിധ പദ്ധതികൾ ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കാഞ്ഞാർ പാലത്തിന്റെ സമാന്തര നടപ്പാലം നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ മാസം കുട്ടിക്കാനത്ത് നടന്ന ടൂറിസം സെമിനാറിൽ പങ്കെടുത്ത വിദേശ പ്രതിനിധികൾ പറഞ്ഞത് ഹൈറേഞ്ചിലെ റോഡുകളൊക്കെ വന്ന മാറ്റം അത്ഭുതകരമാണെന്നും ഇടുക്കിയിലെ റോഡുകൾ ടൂറിസത്തിന് ശക്തി പകരുന്നതുമാണെന്നാണ്. കോവിഡിന് ശേഷം ഇടുക്കി ജില്ല ടൂറിസം മേഖലയിൽ വലിയ കുതിപ്പാണ് നടത്തിയത്. ഈ സർക്കാർ കഴിഞ്ഞ 9 വർഷത്തിൽ കേരളത്തിൽ മികച്ച നിലവാരമുള്ള BM&BC റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ എന്നിവ നിർമ്മിച്ചു. പറഞ്ഞ വാക്കുകൾ പാലിക്കുന്ന സർക്കാരാണ് ഇതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കാഞ്ഞാർ പാലത്തിൽ കാൽനട യാത്രക്കാർക്കുള്ള സൗകര്യം ഇല്ലാത്തതിനെ തുടർന്നാണ് പുതിയ പാലം വേണമെന്ന് തീരുമാനമെടുത്തത്. ഈ നാട് ഏറെ കാലമായി ആഗ്രഹിച്ച പദ്ധതിയാണിത്. നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ഒക്കെ ഗുണകരമാകുന്ന പദ്ധതി. ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന വാഗ്ദാനമാണ് ഇവിടെ പാലിക്കാൻ പോകുന്നത്. പറയുന്നത് ചെയ്യുകയും ചെയ്യാനാകുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന സർക്കാരാണ് LDF സർക്കാർ. LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. 3 കോടിയിലധികം രൂപയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് മാത്രമായി അനുവദിച്ചിട്ടുള്ളത്. സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് ഉദ്യോഗസ്ഥരും കരാറുകാരും ശ്രദ്ധിക്കണമെന്ന് യോഗത്തിൽ കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KN ഷിയാസ്, വൈസ് പ്രസിഡന്റ് അഞ്ജലീന സിജോ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിജയൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സിബി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശ റോജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ആന്റണി, കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NJ ജോസഫ്, നസിയ ഫൈസൽ, ലത ജോസ്, ബിന്ദു സുധാകരൻ, ഷീബ ചന്ദ്രശേഖരപിള്ള, സുജ ചന്ദ്രശേഖരൻ, ശ്രീജിത്ത് CS, CDS ചെയർപേഴ്സൺ സിനി ബാബു, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ തൊടുപുഴ. മുംബൈ സ്വദേശിനിക്ക് മൂന്നാറിൽ ദുരനുഭവമുണ്ടായ സംഭവത്തിൽ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. മൂന്നാർ സ്റ്റേഷനിലെ 2 പോലീസുകാരെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ മാസം 31-നായിരുന്നു മുംബൈ സ്വദേശിനിക്ക് മൂന്നാറിൽ ദുരനുഭവം നേരിടേണ്ടി വന്നത്. കേരള സന്ദർശനത്തിനിടെയുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തിയ മുംബൈ സ്വദേശിനിയുടെ വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് മൂന്നാർ സ്റ്റേഷനിലെ 2 പോലീസുകാരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത്. ഒരു ഗ്രേഡ് SI, ഒരു ASI എന്നിവർക്കെതിരെയാണ് നടപടിയുണ്ടായിട്ടുള്ളത്. യുവതിയെ ഭീഷണിപ്പെടുത്തിയവരെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ മാസം 31-നായിരുന്നു മുംബൈ സ്വദേശിനിക്ക് മൂന്നാറിൽ ദുരനുഭവം നേരിടേണ്ടി വന്നത്. മുംബൈയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ യുവതിയാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തപ്പോൾ തനിക്കുണ്ടായ ദുരനുഭവമാണ് യുവതി വീഡിയോയിലൂടെ പങ്കുവച്ചത്. ആലപ്പുഴയും കൊച്ചിയും സന്ദർശിച്ച ശേഷമാണ് യുവതിയും സുഹൃത്തുക്കളും മൂന്നാറിലെത്തിയത്. മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമാണെന്ന് പറഞ്ഞ് ചിലർ ചേർന്ന് യാത്ര തടഞ്ഞതായും ഭീഷണിപ്പെടുത്തിയതായും യുവതി പറയുന്നു. യുവതി പോലീസിന്റെ സഹായം തേടിയെങ്കിലും പോലീസും സമാന നിലപാട് സ്വീകരിക്കുകയും ടാക്സി വാഹനത്തിൽ സഞ്ചരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തതായും യുവതി വീഡിയോയിൽ പറയുന്നു. ഇതോടെ മറ്റൊരു വാഹനത്തിൽ യാത്ര ചെയ്തെങ്കിലും സുരക്ഷിതമല്ലെന്ന് കണ്ട് കേരള യാത്ര അവസാനിപ്പിച്ചതായും ഇനിയൊരിക്കലും കേരള സന്ദർശനം നടത്തില്ലെന്നും 3 മിനിറ്റ് നേരം ദൈർഘ്യമുള്ള വീഡിയോയിൽ യുവതി പറയുന്നു.
ഈ സംഭവത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മൂന്നാർ ഡിവൈഎസ്പി ചന്ദ്രകുമാർ എസ്. സഞ്ചാരികൾക്ക് സുരക്ഷയൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയ ഉടനെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി. അതേസമയം ടാക്സി ഡ്രൈവർമാർക്കെതിരെയുള്ള പരാതി തെറ്റാണെന്നും തങ്ങൾ സഞ്ചാരികൾക്ക് സുരക്ഷയൊരുക്കുകയും സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നവരുമാണെന്നും മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരും വ്യക്തമാക്കി. ഏതാനും ദിവസം മുമ്പ് മൂന്നാർ സന്ദർശനത്തിനെത്തിയ മുംബൈ സ്വദേശിക്ക് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും മോശം അനുഭവമുണ്ടായതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. യുവതിയുടെ യൂട്യൂബ് വീഡിയോ വൈറലായതിനു പിന്നാലെയായിരുന്നു നടപടി. വിനോദസഞ്ചാരികൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള മോശം നടപടികൾ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത് തുടർന്നുമുണ്ടാകുമെന്നും മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു നൽകുമെന്നും മൂന്നാർ ഡിവൈഎസ്പി ചന്ദ്രകുമാർ എസ് വ്യക്തമാക്കി. ഇതില് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷിക്കാൻ പോയ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടായെന്ന് പ്രാഥമികമായ വിവരം കിട്ടിയപ്പോൾ തന്നെ നടപടി അവർക്ക് ജില്ലാ പോലീസ് മേധാവി അവരെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. ഇനി അത് അന്വേഷണത്തിലാണ് അവർ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റുള്ളൂ. എന്തെങ്കിലും പ്രാഥമിക വിവരം കിട്ടിയപ്പോൾ തന്നെ അവരുടെ ഒരു വീഴ്ച ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. അത് അന്വേഷണത്തിൽ എന്താണെന്നുള്ളതനുസരിച്ച് ബാക്കി നടപടി ഉണ്ടാവും. പിന്നെ മറ്റ് സഞ്ചാരികളെ സംബന്ധിച്ച് അവർക്ക് അല്ലെങ്കിൽ വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരോടൊപ്പം പോലീസ് ഉണ്ട്. എന്നാൽ നിലവിലെ സംഭവത്തിൽ ടാക്സി ഡ്രൈവർമാരുടെ ഭാഗത്ത് ഒരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളോട് തങ്ങൾ മോശമായി പെരുമാറില്ലെന്നും സഞ്ചാരികളാണ് തങ്ങളുടെ ജീവിതമാർഗമെന്നും ടാക്സി ഡ്രൈവർമാരും പറയുന്നു. ഓൺലൈൻ ടാക്സികൾക്ക് മൂന്നാറിൽ നിന്നും സഞ്ചാരികളെ കൊണ്ടുപോകുന്നതിന് അനുവാദമില്ലെന്നും കോടതി ഉത്തരവ് നിലനിൽക്കുകയാണെന്നും ഇവർ പറയുന്നു. மூணார் டூரிஸ்ட் டாக்ஸி டிரைவர்ஸ் அசோசியேஷன்லேருந்து நாங்கள் பாரவாயிகள். என்னவென்றால் இது ஒரு 30ஆம் தேதி காலையில் ஒரு 10 மணி அளவுக்கு ஒரு ஊப்பர் வண்டி வந்து ஒரு கெஸ்ட்டை ஏற்ற வந்தாங்க. அப்போ நாங்கள் டிரைவர் மாதிரி போய் சொன்னோம், இது கெஸ்ட்டை ஏற்ற முடியாது, நீங்கள் ஒன்வே தான் ஓட்ட முடியும், ஒன்வே ஓட்ட முடியாதுன்னு சொன்னோம். ஆனால் அந்த டிரைவர் அங்கீகரிக்காமல் அந்த கெஸ்ட்டை ஏற்றுறாங்க. நாங்கள் கெஸ்ட்டை எதுவுமே ஓத்துறம் பண்ணல. காரணம் மூணாருக்கு வரக்கூடிய கெஸ்ட்டுகளை நாங்கள் எல்லாருமே மூணார் டாக்ஸியும் சரி, ஆட்டோனாலும் சரி, ஜீப்னாலும் சரி, நாங்கள் எல்லாருமே ஹோட்டல்னால வரவேற்கத்தான் செய்கிறோம். ஏன்னா அவங்க வந்தால் தான் எங்களுக்கு பிஸ்னஸ்ஸு. நாங்கள் இப்படியேப்பட்டிருக்கும்போது நாங்கள் கெஸ்ட்டை வந்து ஓத்திரியப்படுத்தலை. ஆனால் இங்கே வந்து அந்த கெஸ்ட்டு வந்து எப்படி யூடியூப் சேனலில் போட்டாங்கன்னு தெரியல. ஆனால் எங்களுக்கு நாங்கள் யாரையும் ஓத்திரியம் பண்ணலை. எங்களுக்கு வாழ்வாதாரம் என்ன பாதிக்கிட்டோம்னா ஊப்பர் வண்டி, ஓலா வண்டி எல்லாம் வந்து ரயில்வே ஸ்டேஷன், ஏர்போர்ட்டு, அதே மாதிரி பஸ் ஸ்டேஷன் இதில் மட்டும் தான் எடுக்க முடியும். வேறு இடத்துல எடுக்க முடியாது. ஆனால் இங்கே மூணாருக்கு வந்தால் ஒன்வே தான் இறக்கி விடணும். ரிட்டர்ன் எடுக்கக்கூடாதுன்னு சொல்லி ரூல்ஸ் இருக்குது. ஏற்கனவே கோடதி விதி ஒன்று இருக்குது. അതേസമയം വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സഞ്ചാരികളുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള പരാതിയിൽ 15ഓളം ആളുകളാണ് ഇപ്പോൾ അഴിക്കുള്ളിലായിട്ടുള്ളത്. അടിക്കടി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയും വാർത്തകൾ പുറത്തുവരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ഉപജീവനമാർഗം കണ്ടെത്തുന്നവരും പങ്കുവയ്ക്കുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. വേണ്ട സംവിധാനങ്ങളില്ലാതെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നടത്തുന്ന ഫാമിനെതിരെ പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത്. ഇടുക്കി വെള്ളത്തുവൽ പഞ്ചായത്തിലെ 17ാം വാർഡിലെ കറ്റപ്പാറ ഭാഗത്ത് സ്വകാര്യ വ്യക്തി നടത്തുന്ന പന്നി ഫാമിനെതിരെയാണ് നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയത്. എന്നാൽ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് ആരോഗ്യ വകുപ്പുകൾ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം. വെള്ളത്തുവൽ പഞ്ചായത്തിലെ കത്തിപ്പാറ ഭാഗത്തെ പന്നി ഫാം മൂലമുള്ള പ്രതിസന്ധി വർഷങ്ങളായി അനുഭവിക്കുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഹെൽത്ത് സെന്ററിന് സമീപത്തായിട്ടുള്ള പഴയ വീട്ടിൽ അപ്പുക്കുട്ടൻ എന്ന ആൾക്കെതിരെയാണ് പ്രദേശവാസികൾ ഒന്നിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. പന്നി ഫാം പ്രവർത്തിക്കുന്നതിന് വേണ്ട ഒരുവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ല. മാലിന്യ സംസ്കരണത്തിനും സംവിധാനങ്ങളില്ല. ഇതാണ് വലിയ രീതിയിൽ ദുർഗന്ധം അനുഭവപ്പെടാൻ കാരണം. സമീപത്തെ വീടുകളിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം എത്തിയതോടെ നാട്ടുകാർ ഒപ്പിട്ട് മാസ് പെറ്റീഷൻ തയ്യാറാക്കി പഞ്ചായത്തിലും ആരോഗ്യവകുപ്പ് അധികൃതർക്കും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അപ്പക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ പറമ്പിൽ പന്നി ഫാം ഉണ്ട്. ആ പന്നി ഫാമിൽ നിന്ന് ഭയങ്കര ദുർഗന്ധമാണ് ഞങ്ങളുടെ ഭാഗത്തേക്കൊക്കെ വരുന്നത്. ഞങ്ങൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. വില്ലേജിലും പഞ്ചായത്തിലും ഹെൽത്തിലും
ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഒരു നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പരിസ്ഥിതിയിൽ പറഞ്ഞ് പരാതി കൊടുത്ത് അവർ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കി തരണം. പന്നി ഫാമിന്റെ പ്രവർത്തനം അശാസ്ത്രീയമായ രീതിയിലാണെന്നും ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബീന്ദ്രനും പറഞ്ഞു. 7 വർഷത്തെയായിട്ട് ഈ പ്രദേശവാസികൾ ഈ ദുർഗന്ധം സഹിക്കുകയാണ്. ഇവർക്ക് ഭക്ഷണം കഴിക്കാനോ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്ത ഈ അവസ്ഥ ഉള്ളതിനാൽ ഞങ്ങൾ പരിശോധിച്ചത് മനസ്സിലായത് ഈ പന്നിഫാം ഈ പ്രദേശവാസികൾക്ക് വളരെ ശല്യമാണ്. ഇതിവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. അതുകൊണ്ട് ഇതിന് പഞ്ചായത്തും ഹെൽത്തും ഇടപെട്ട് ഈ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന നാട്ടുകാരുടെ ഈ ദുരിതം മാറ്റിയില്ലേ അവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്കും ഒപ്പം കോടതിയെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. സിറ്റി വിഷൻ, അടിമാലി. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മൂന്നാർ കലയുടെ പൂരപ്പറമ്പായി മാറി. മൂന്നാർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാളെ സമാപനമാകും. സമാപന സമ്മേളനത്തിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് രാജ വിജയകിരീടം ചൂടിയ പ്രതിഭകൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. മഞ്ഞു മൂടുന്ന മലനിരകൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന മൂന്നാർ GVHSSലാണ് ഇത്തവണ ഉപജില്ലാ കലോത്സവം നടക്കുന്നത്. മറ്റ് ഉപജില്ലാ കലോത്സവങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പ്രത്യേകത മൂന്നാർ കലോത്സവത്തിനുണ്ട്. കാരണം നിറഞ്ഞൊഴുകുന്ന പുഴകളും പച്ചവിരിച്ച മലകളും കോടമഞ്ഞും തണുപ്പും നിറഞ്ഞു നിൽക്കുന്ന മൂന്നാറിലെ ചിലങ്കയുടെ കിലുക്കവും പാട്ടിൻ്റെ താളവും മേളപ്പെരുക്കവും ഒത്തുചേരുമ്പോൾ കല പ്രകൃതിയോട് എത്രത്തോളം ഇഴചേർന്ന് കിടക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമായി മാറുകയാണ് മൂന്നാറിലെ ഉപജില്ലാ കലോത്സവം. വിവിധ ഇനങ്ങളിലായി വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. തോട്ടം തൊഴിലാളികളുടെ മക്കളും കലയെ നെഞ്ചിലേറ്റി വേദികളിൽ നിറഞ്ഞാടുമ്പോൾ അത് പുതിയ തലമുറയുടെ കലാരംഗത്തെ മുന്നേറ്റത്തിൻ്റെ മാറ്റുലിയായി പ്രതിഫലിക്കുകയാണ് ഇവിടെ. നാളെ കലാമാമാങ്കത്തിന് സമാപനമാകും. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും. AEO C ശരവണൻ സ്വാഗതം ആശംസിക്കും. തുടർന്ന് മുഖ്യപ്രഭാഷണം നടത്തി വിജയികൾക്ക് MLA A രാജ സമ്മാനങ്ങൾ വിതരണം നടത്തും. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. സിറ്റി വിഷൻ, മൂന്നാർ. ഇനി താരത്തിളക്കം. ലോഹത്തകിടിൽ മനോഹരമായ ചിത്രങ്ങൾ കൊത്തിയെടുക്കുന്ന മെറ്റൽ എൻഗ്രേവിംഗിൽ ശ്രദ്ധേയനായി മാറുകയാണ് ഇടുക്കി കഞ്ഞിക്കുഴിയിലെ കൊച്ചുമിടുക്കനായ അഭിൻ കൃഷ്ണ. നിരവധി ചിത്രങ്ങളാണ് അഭിൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇടുക്കി കഞ്ഞിക്കുഴിയിലെ 5ാം ക്ലാസ്സുകാരനാണ് അഭിൻ. കഞ്ഞിക്കുഴി SN UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിൻ 2 വർഷക്കാലമായി മെറ്റൽ എൻഗ്രേവിംഗിൽ ശ്രദ്ധിക്കുന്നു. പഠനത്തിലും കലാപരമായ പ്രവർത്തനങ്ങളിലും മിടുക്കനായ അഭിന്റെ മെറ്റൽ എൻഗ്രേവിംഗ് ഏറെ ശ്രദ്ധേയം. ചെറിയ ഉളികൾ ഈ കുഞ്ഞി കൈകൾക്ക് വഴങ്ങുന്നുണ്ട്. ഉപജില്ലാ തലത്തിൽ അഭിൻ കൃഷ്ണൻ 1ാം സ്ഥാനം നേടി. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രോത്സാഹനം അഭിന് ഒപ്പമുണ്ട്. ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അഭിൻ അപേക്ഷിച്ചിട്ടുണ്ട്. കഞ്ഞിക്കുഴി മാമ്പള്ളി ദിലീപിന്റെയും ഷൈനിയുടെയും 2 മക്കളിൽ ഇളയവനാണ് അഭിൻ കൃഷ്ണ. ഇതെൻ്റെ ഇളയ മകനാണ്. അവൻ്റെ ആണ് ഈ മെറ്റൽ എൻഗ്രേവിംഗിൻ്റെ കഴിവ്. അവൻ കഴിഞ്ഞ വർഷം ഉപജില്ലയിലും ഫസ്റ്റായിരുന്നു. ഈ പ്രാവശ്യം ഉപജില്ലാ മത്സരത്തിൽ ഫസ്റ്റാണ്.
ഇപ്രാവശ്യം അവന് ചെറിയൊരു വിഷമമുണ്ട്. ജില്ലാതല മത്സരവും സംസ്ഥാനതല മത്സരത്തിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് പത്രത്തിലെ ഓരോ പിള്ളേരും ജില്ലാതലത്തിലും സ്റ്റേറ്റിലൊക്കെ മത്സരിക്കുന്ന കാണുമ്പോൾ അവന് ഭയങ്കര വിഷമം. ഞങ്ങൾക്കില്ലല്ലോ എന്നും പറഞ്ഞു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനൂഷ് കൃഷ്ണയാണ് അഫിന്റെ സഹോദരൻ. മെറ്റൽ എൻഗ്രേവിംഗിന് ഹൈസ്കൂൾ തലത്തിൽ മാത്രമേ ജില്ലാതല സംസ്ഥാനതല മത്സരങ്ങളുള്ളൂ. UP വിഭാഗത്തിന് ഉപജില്ല വരെയാണ് മത്സരങ്ങൾ ഉള്ളത്. ഭാവിയിൽ ഒരു കലാകാരനായി മാറണമെന്നും മെറ്റൽ എൻഗ്രേവിംഗിന് നന്നായി ശ്രദ്ധിച്ച ഹൈസ്കൂൾ തലത്തിലെത്തുമ്പോൾ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും സമ്മാനങ്ങൾ നേടണമെന്നതാണ് അഭിന്റെ ആഗ്രഹം. സിറ്റി വിഷൻ ഇടുക്കി. ഇനി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. മഴക്കണക്ക് പരിശോധിച്ചാൽ ഇത്തവണ മൂന്നാറിൽ പെയ്തത് കഴിഞ്ഞ വർഷത്തേക്കാൾ 47.93 സെന്റിമീറ്റർ അധികം മഴ. ഇത്തവണ ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെയുള്ള കണക്കാണിത്. ഇത്തവണ 404.24 സെന്റിമീറ്റർ മഴയാണ് മൂന്നാറിൽ ലഭിച്ചത്. ഇത്തവണത്തെ മഴക്കണക്ക് പരിശോധിച്ചാൽ മൂന്നാറിൽ പോയ വർഷത്തെ അപേക്ഷിച്ച് അധികം മഴ പെയ്തുവെന്ന് വ്യക്തമാകും. ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെയുള്ള കണക്കെടുത്താൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 47.93 സെന്റിമീറ്റർ അധികം മഴ മൂന്നാറിൽ പെയ്തു. 2024 ഇതേ കാലയളവിൽ 356.31 സെന്റിമീറ്റർ മഴയാണ് മൂന്നാറിൽ പെയ്തത്. ഇത്തവണ 404.24 സെന്റിമീറ്റർ മഴ മൂന്നാറിൽ ലഭിച്ചു. ഇത്തവണ ജനുവരി 1 മുതൽ ഒക്ടോബർ 31 വരെ 537.46 സെന്റിമീറ്റർ മഴ മൂന്നാറിൽ പെയ്തു. കഴിഞ്ഞ വർഷമാകട്ടെ 401.90 സെന്റിമീറ്റർ മഴയാണ് ഈ കാലയളവിൽ ലഭിച്ചത്. അങ്ങനെ പരിശോധിച്ചാൽ 33.7% അധികം മഴ ലഭിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ജൂൺ മാസത്തിൽ ഏറ്റവും അധികം മഴ ലഭിച്ചത് ഈ വർഷമാണ്. 137.65 സെന്റിമീറ്റർ മഴ. കഴിഞ്ഞ 9 വർഷവും ജൂൺ മാസത്തിൽ 58.25 സെന്റിമീറ്റർ മഴയാണ് മൂന്നാറിൽ പെയ്തത്. പശ്ചിമഘട്ടത്തിലെ പടിഞ്ഞാറൻ പകുതി പ്രദേശങ്ങളായ കല്ലാർ, കടലാർ, നയമക്കാട്, ഇരവികുളം, രാജമല എന്നിവിടങ്ങളിലാണ് ഇത്തവണ ഏറ്റവും അധികം മഴ പെയ്തത്. സിറ്റി വിഷൻ, മൂന്നാർ. മലയാള ദിനാഘോഷത്തോടനുബന്ധിച്ചും ഭാഷാവാരാചരണവുമായി ബന്ധപ്പെട്ടും വെള്ളാപ്പാറ നേച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ വെച്ച് സെമിനാർ നടത്തി. എഴുത്തുകാരും അധ്യാപകരുമടക്കം സെമിനാറിൽ പങ്കെടുത്തു.
ഭാഷാവാരാചരണവുമായി ബന്ധപ്പെട്ടും വെള്ളാപ്പാറ നേച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ മാതൃഭാഷയും സാംസ്കാരിക ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ റിസോഴ്സ് പേഴ്സൺ അഡ്വക്കേറ്റ് PM ബാബു പള്ളിപ്പാട്ട്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ എഴുത്തുകാരൻ മോബിൻ മോഹൻ, ഇടുക്കി ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO MG വിനോദ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ G ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിന് PK വിപിൻദാസ്, ACF സോഷ്യൽ ഫോറസ്റ്ററി സുനിൽ മാത്യു, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സോഷ്യൽ ഫോറസ്റ്ററി വൈൽഡ് ലൈഫ് ഡിവിഷൻ ഇടുക്കി എന്നിവർ പ്രസംഗിച്ചു. ഇടുക്കി ഡിവിഷനുകളിലെ സ്റ്റാഫുകളും നഗരംപാറ, അയ്യപ്പൻകോവിൽ റേഞ്ചുകളിലെ സ്റ്റാഫും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ സന്ദീപ് രാജാക്കാട് ക്ലാസ് നയിച്ചു. വലിയ സാധ്യതകൾ നിലനിൽക്കുന്ന സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗവും സോഷ്യൽ മീഡിയയിലൂടെയുള്ള വ്യാജ വാർത്തകളുടെ പ്രചരണവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ തലമുറയിൽ ഇത് സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ സന്ദീപ് രാജാക്കാട് ക്ലാസ് നയിച്ചു. അനുദിനമുണ്ടാകുന്ന വാർത്തകളെ കൃത്യമായി വീക്ഷിക്കുകയും വിലയിരുത്തൽ നടത്തുന്നവരുമായി ഓരോരുത്തരും മാറണമെന്നും നവമാധ്യമങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നവരായി പുതുതലമുറ മാറണമെന്നും സന്ദീപ് രാജാക്കാട് പറഞ്ഞു. അധ്യാപകനായ സുജിത് കുമാർ PN ക്ലാസിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ റെജി OS ആമുഖ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികളായ ശ്രീലക്ഷ്മി ശേഖർ, ആരോമൽ KA, അഭിജിത്ത് രാജു, അമല റോസ് എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടുക്കി ജില്ലാ പോലീസ് മീറ്റ് സമാപിച്ചു. മീറ്റിൽ ഇടുക്കി സബ് ഡിവിഷൻ ചാമ്പ്യന്മാർ. DHQ ഇടുക്കി 2ാം സ്ഥാനം കരസ്ഥമാക്കി. നെടുങ്കണ്ടം സ്റ്റേഡിയത്തിൽ നടന്ന ജില്ലാ പോലീസ് മീറ്റിൽ ആവേശത്തോടെയാണ് വിവിധ പോലീസ് സബ് ഡിവിഷനുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തത്. മീറ്റിന്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഫോട്ടോ ഫിനിഷ് എന്ന പോലെ ആവേശകരമായിരുന്നു. 1 പോയിന്റ് വ്യത്യാസത്തിലാണ് ഇടുക്കി സബ് ഡിവിഷൻ ഓവറോൾ കരസ്ഥമാക്കിയത്. ഇടുക്കി സബ് ഡിവിഷൻ 188 പോയിന്റ് നേടിയപ്പോൾ DHQ 187 പോയിന്റ് നേടി. നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരിൽ 113 പോയിന്റോടെ ബെന്നി K മാമനും സ്ത്രീകളിൽ 212 പോയിന്റോടെ ശ്രീദേവി VSഉം 45 വയസ്സിൽ താഴെയുള്ള കാറ്റഗറിയിൽ 139 പോയിന്റോടെ അമൽ സോമനും 228 പോയിന്റോടെ രഞ്ജിനി VR ചാമ്പ്യന്മാരായി. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു IPS നിർവഹിച്ചു. വളരെയധികം സ്ട്രെസ്സും സ്ട്രെയിനും നമ്മുടെ ഓരോ സേനാംഗങ്ങൾക്കും ഉണ്ട്. ആ സ്ട്രെസ് സ്ട്രെയിൻ നമ്മൾ ഒരു പരിധി വരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിലാണെങ്കിലും ലോ ആൻഡ് ഓർഡറിലാണെങ്കിലും മറ്റു ഡ്യൂട്ടിയിലാണെങ്കിലും ചെയ്യുമ്പോൾ സ്ട്രെസ്സും സ്ട്രെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെയുള്ള സ്പോർട്സ് ഐറ്റംസ് നമ്മൾ ആരംഭിച്ചതും കഴിഞ്ഞ 1-2 മാസമായിട്ട് തുറന്നു വന്ന് ഇന്നൊരു ഫൈനൽ കൺക്ലൂഷൻ എത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകനും കവിയുമായ ആന്റണി മുനിയറയെ യോഗത്തിൽ ആദരിച്ചു. സാറിന് പ്രത്യേക അഭിനന്ദനം നൽകുന്നു. ഈ എല്ലാവരും കൈയടിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി മുനിയറ സാറിനെ. അത്ലറ്റിക് ഇനങ്ങൾക്കൊപ്പം ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ തുടങ്ങിയ ഗെയിംസ് ഇനങ്ങളിലും മത്സരം നടന്നു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,225 രൂപ, പവന് 89,800 രൂപ, വെള്ളി ഗ്രാമിന് 165 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പശ്ചാത്തല വികസന മേഖലയിൽ ഇടുക്കി ജില്ല വലിയ മുന്നേറ്റം സൃഷ്ടിച്ചുവെന്നും വിവിധ പദ്ധതികൾ ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി. മുംബൈ സ്വദേശിനിക്ക് മൂന്നാറിൽ ദുരനുഭവമുണ്ടായ സംഭവത്തിൽ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. മൂന്നാർ സ്റ്റേഷനിലെ 2 പോലീസുകാരെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന മൂന്നാർ ഡിവൈഎസ്പി ചന്ദ്രകുമാർ എസ്. എന്നാൽ ടാക്സി ഡ്രൈവർമാർക്കെതിരെയുള്ള പരാതി തെറ്റാണെന്ന് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ. വേണ്ട സംവിധാനങ്ങളില്ലാതെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നടത്തുന്ന പന്നി ഫാമിനെതിരെ പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത്. ഇടുക്കി വെള്ളത്തൂവൽ പഞ്ചായത്തിലെ കത്തിപ്പാറയിൽ സ്വകാര്യ വ്യക്തിയുടെ ഫാമിനെതിരെ പരാതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.